നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകും. നാട്ടുകാരിൽ ചിലർ പറയുന്നു, ഏറ്റവും ആക്റ്റീവായി നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒരേപോലെ സംസാരിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെ ഈ കടുങ്കൈ ചെയ്തു എന്നത് അറിയില്ല എന്ന്. സ്കൂളിൽ അന്വേഷിച്ചാലും അനന്തുവിനെക്കുറിച്ച് പരാതി പറയാൻ മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്ന അനന്തുവിന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന അനന്തുവിൻ്റെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നു. സ്കൂളിൽ പോകാൻ മടിക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമായി പിന്നീട് അനന്തുവിൻ്റെ സ്കൂളിലേക്കുള്ള യാത്ര. ഇത് സ്കൂൾ അധികൃതർ വീട്ടുകാരെ അറിയിച്ചപ്പോൾ അനന്ത് പറഞ്ഞ മറുപടി, എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിനോട് താല്പര്യമില്ല എന്ന്. ചെറിയച്ഛന്മാരുടെ ഏറ്റവും വലിയ സ്നേഹമുള്ള പുത്രനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അവർക്കാകെ ആശങ്കയായിരുന്നു എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്ന്. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായോ എന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു. യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അനന്തുവിനോട് സംസാരിക്കുന്നു. അനന്തുവിനും പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു നിരാശ ആ കുഞ്ഞിനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മരണവാർത്ത പുറത്തു വരുന്നത്. അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അനന്തു ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ കുഞ്ഞ് അവൻ്റെ വളർത്തുമൃഗങ്ങളോടൊക്കെ തന്നെ സംസാരിക്കുകയുണ്ടായി. സാധാരണ വളർത്തുമൃഗങ്ങളുമായിട്ട് സമയം ചിലവിടാറുണ്ടായിരുന്നുവെങ്കിലും അവയെ ഒന്നിനെപ്പോലും ഉമ്മ വയ്ക്കുന്ന രീതി ഈ കുഞ്ഞിനില്ലായിരുന്നു. പക്ഷേ തൻ്റെ ജീവിതമിവിടെ അവസാനിക്കുന്നു എന്നുള്ള സൂചന നൽകും പോലെയാണ് അനന്തു എന്ന സ്വന്തം വളർത്തുമൃഗങ്ങളോട് പോലും പെരുമാറിയത്. ആട്ടിൻ കുഞ്ഞുങ്ങളെയും നായയുടെയും ഒക്കെ എടുത്തു ചെന്ന് അവരെ തലോടുകയും അവർക്ക് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ വളരെ വേദനയോടെയാണ് അനന്തുവിൻ്റെ പിതാവ് ഓർത്തെടുക്കുന്നത്. അമ്മയുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഈ ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കാൻ മാത്രമുള്ള വഴക്കൊന്നും ഉണ്ടാകാറില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയും മാത്രമല്ല 2 ചെറിയച്ഛന്മാർ കൂടെ അനന്തുവിനുണ്ട്. ഇന്ന് ആ ഒരു കുടുംബം ഒന്നടങ്കം ആശങ്കയിലും വേദനയിലുമാണ്. എന്തിനാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ഒരു കുടുംബമുള്ളത്. വൈകിട്ട് അമ്മയുമായി സംസാരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം വാതിലടച്ച അനന്തു പിന്നീട് ആ വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ എത്തിയിരുന്ന അമ്മുമ്മ പുറത്തെ നായ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജനൽ വഴി ഷോളിൽ കെട്ടിത്തൂങ്ങി അനന്തു ആടുന്നത് കണ്ടത്. അതായത് അനന്തു സ്വന്തം ജീവൻ അവസാനിപ്പിച്ചുവെന്ന്. ഒരുപാട് ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരിൽ ചിലർ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അനന്തുവിന് ഗെയിമിനോടൊരു ആസക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഞെട്ടലുളവാക്കിയ ഒരു സംഭവമുണ്ട്. ബ്ലൂ വെയിൽ എന്ന ഗെയിമിന് അടിമയായിട്ട് ഒരുപാട് ആളുകൾ സ്വന്തം ജീവൻ ഒടുക്കിയത് കാര്യം. അതായത് ഗെയിമിൻ്റെ ഓരോ ടാസ്ക് എന്നുള്ള രീതിയിലായിരുന്നു പലരും ആത്മഹത്യ ചെയ്തത് വിവിധ തരത്തിൽ. അതേ രീതിയിൽ എന്തെങ്കിലും ഗെയിമിലേക്കാണോ കുഞ്ഞ് പോയത്, മൊബൈൽ അഡിക്ഷൻ ആണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബന്ധുക്കൾ പറയുന്നത് പ്രകാരം അവനൊരു ഫോൺ അഡിക്റ്റ് ആയിരുന്നില്ല എന്നും അവന് ആവശ്യമുള്ള സമയത്ത് ഫോൺ കൊടുക്കാറുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നു എന്നത് കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഞങ്ങൾ എന്നതാണ്. പറഞ്ഞു വരുമ്പോൾ നാട്ടിൽ മോശമായിട്ടുള്ള യാതൊരു കൂട്ടുകെട്ടിലും പെടാത്ത ഒരു കുട്ടി, മൊബൈൽ ഫോൺ അഡിക്ഷനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും അബദ്ധത്തിൽ പെടുകയോ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കുട്ടി, സ്കൂളിൽ വലിയ മോശമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും അനന്തുവിന് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ആ കുട്ടിയിലുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദം എന്താണ് എന്നത് ഇപ്പോഴും ദുരൂഹം. സ്വന്തം ജീവൻ ഒടുക്കാൻ വരെ കാരണമായിരിക്കുന്നത് എന്താണ് എന്നത് അന്വേഷിക്കുകയാണ് ആ കുടുംബം. പോലീസിന്റെ അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനന്തുവിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അസ്വാഭാവിക മരണം, അതായത് അനന്ത് സ്വമേധയാ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ ആ കേസ് അവസാനിച്ചു. പക്ഷേ അനന്തു എന്ന് പറയുന്ന 13 വയസ്സുകാരന് എന്താണ് സംഭവിച്ചത്? നമുക്ക് ഏറെ ആശങ്കയുണ്ടാകുന്ന ഒരു വിഷയമാണിത്. കാരണം
ആത്മഹത്യ എന്ന സംഭവം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായത്തിലാണ് ആ കുട്ടി സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തായാലും ഏറെ ഞെട്ടലുളവാക്കുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെ: ഒരു ആത്മഹത്യ എന്നതിനേക്കാൾ ഉപരി ചെറിയൊരു കുട്ടിയാണ്, ഒരു ചെറിയൊരു കുട്ടിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് വരുന്നത്? കുഞ്ഞെങ്ങനെ വലിയ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു? വലിയ ആളുകളായിട്ട് സംസാരിക്കുന്ന ആ രീതിയിലല്ല, പക്ഷെ അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെക്കാളും വലിയ കുട്ടികളുമായിട്ടുള്ള കൂടുതൽ മിംഗിളിംഗ് ആണ്. എല്ലാവരുമായിട്ടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതും. ഇവിടെ നാട്ടിലുള്ള കാര്യമായാലും ഓണാഘോഷമായാലും ക്രിസ്മസ് ആയാലും എല്ലാ പരിപാടിയും ഇവിടുത്തെ അവന് വേണ്ടി തന്നെ ഒരു പിള്ളേരുടെ സെറ്റുണ്ട്. എന്നാലും അവൻ വലിയ പിള്ളേരുമായിട്ട് അങ്ങനെ കൂടുതൽ മിങ്കിളല്ല. എന്നാലും ഒരു +2 ആ ലെവലിലുള്ള പയ്യന്മാരായിട്ടൊക്കെയാണ് അവന് കൂടുതൽ കമ്പനി ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനത്തെ അവന് വേറെ ദുശീലങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും അവന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ആള് നോർമലായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും അവനില്ല. അവൻ എല്ലാവരുമായിട്ട് നമ്മുടെ അടുത്ത് നല്ല സ്നേഹത്തിലായിരുന്നു പെരുമാറുന്നത്. വീട്ടുകാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റും അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയായിട്ട് നല്ല സ്നേഹിച്ചാണ് അവരെ വളർത്തിയത്. വേറെ കുഴപ്പമില്ല. അവന് അച്ഛനും അമ്മേനേക്കാളും നമ്മളാണ്. ഞാൻ അവന്റെ അച്ഛൻ്റെ അനിയനാണ്. എൻ്റെ അക്കളാണ് എൻ്റെ അനിയനാണ്. കൊച്ചനാണ് അവൻ്റെ എല്ലാ നമ്മളാണ്. അവന് എന്താ ആവശ്യമുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. പക്ഷെ അവനിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ അടുത്താണോ വീട്? ചേട്ടന്റെ വീട്? എൻ്റെ വീട് ഒരു 5 കിലോമീറ്റർ അടുത്താണ്. ഞാൻ വീട് വെച്ച് താമസിച്ചത് കുടുംബ വീടാണ്. കുടുംബ വീട്ടിലാണ് ചേട്ടനും കുടുംബവും താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ 2 ആഴ്ച കുടുംബം ഞാൻ വരും. എനിക്ക് ജോലിയുള്ള, ഞാൻ സർവീസിലാണ്. ഞാൻ അവൻ്റെ കൂടെ അവൻ എല്ലാ കാര്യങ്ങളും, ഞാൻ സർവീസിലെ പട്ടാളത്തിലാണ്. അവന് പട്ടാളത്തിൽ ചേർന്നെന്ന് തുടങ്ങി ആഗ്രഹമുണ്ട്. അവനതിനുള്ള മോട്ടിവേഷൻ എല്ലാം കൊടുക്കും. അവൻ ഈ പറയുന്നത് പോലെ മൊബൈൽ ഉപയോഗിച്ച് കൂടുതലായി മൊബൈൽ ഉപയോഗിക്കാൻ അവന് സ്വന്തമായിട്ട് മൊബൈലില്ലേ. കൊറോണ കാലത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ DFI സംഘടന ഒരു മൊബൈൽ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ കുറെ ദിവസം യൂസ് ചെയ്തു. പിന്നെ ഈ കൊറോണ കാലം കഴിഞ്ഞപ്പം ആ മൊബൈൽ അവൻ്റെ നശിച്ചു പോയി. പിന്നെ മൊബൈലില്ല. പിന്നെ അവൻ്റെ അച്ഛൻ്റെ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ ലിമിറ്റായിട്ടാണ് അവന് കൊടുക്കാറുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ മൊബൈൽ ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കല്ലേ. അവന് സ്വന്തമായിട്ട് വേറെ ഐഡിയോ ഒന്നും ഉണ്ടാക്കാനുള്ള കഴിയില്ല. അതൊക്കെ ഞാനാണ് അവന് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എൻ്റെ ഐഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ മക്കളെ അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്വന്തമായിട്ട് അവന് Gmail ID കൊടുത്തു. അവൻ അങ്ങനെ വേറെ ഒന്നും നോക്കില്ല. കുറച്ച് വീഡിയോ ഗെയിം, അങ്ങനെ ഗെയിംസ് ലെവലിലൊന്നും പോകത്തില്ല. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെയ്യും. പിന്നെ സ്വന്തമായിട്ട് അവനൊരു ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു, അച്ചൂസ് വ്ളോഗ് എന്ന് പറഞ്ഞ്. അവൻ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അത് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം. കൊച്ചനാണ്. ഇപ്പം നമ്മൾ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ഇടപെടുന്നു അതേപോലെ ഒരു ജീവികളുടെ അടുത്തും അവന് ഭയങ്കര താല്പര്യമായിരുന്നു. അവൻ ആടുണ്ട്, സ്വന്തമായിട്ട് ആടിനെയൊക്കെ നോക്കുമായിരുന്നു. കോഴിയുണ്ട്, അതേപോലെ പൂച്ച, പട്ടി എല്ലാം അവൻ്റെ സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അവർക്കൊക്കെ ആഹാരം കൊടുക്കുന്നു, അവരെ കെട്ടുന്നതിന് ആഹാരം കൊടുക്കുന്നു, നോക്കുന്ന എല്ലാവരായിരുന്നു. അതായത് മൊബൈൽ കളി കുറവായിരുന്നു. വളരെ വളരെ കുറവാണ്. മൊബൈലായിട്ട് അവന് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് പീരീഡ്. രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരം ട്യൂഷന് പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ വല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും മൊബൈൽ നോക്കുന്നത്. എന്താണെന്ന് നമുക്കറിയാം. നമ്മളെ കൂടെ വന്നിട്ട് നമുക്കറിയാം ആ ലെവലിൽ അവൻ ഏത് ലെവലിലൊക്കെ നോക്കുന്നു. കാരണം നമ്മൾ ഇത്രയും മുതിർന്നവരവനെ പല കാര്യങ്ങളിൽ നമ്മളവനെ ഇതൊരു ഗെയിമിലൊന്നും ഇൻവോൾവ് ആവല്ലേ, ബാക്കിയുള്ള വരെ ചാറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവില്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവന് ഇടയ്ക്കുണ്ടായിരുന്ന സ്കൂളിൽ ഈ ഓണപരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാർക്കൊക്കെ കുറച്ച് മോശമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു അച്ചു വളരെ ബാക്കിലാണ്. അപ്പം ഇവർ അത് അന്വേഷിച്ചു കണ്ടുപിടിച്ചില്ല എന്താണ് കുഴപ്പം. അവൻ കുറച്ച് ലാഗാണ്. അപ്പം നമ്മളെല്ലാം കൂടി ഒരു ദിവസം ഇങ്ങനെ പറയുകയും ചെയ്തു അവനെ ഇങ്ങനെ നമുക്ക് സ്കൂളിൽ പോയി ഒന്ന് അന്വേഷിക്കണം. അപ്പം അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് അവൻ സ്കൂളിൽ പോയില്ല. അവൻ എന്തുകൊണ്ട് പോകുന്നില്ല ചോദിച്ചാൽ പറയാം അച്ഛാ എനിക്ക് സ്കൂളിൽ പോകണ്ട, കൊച്ചു എന്ത് പോകാത്ത സ്കൂളിൽ നിൽക്കും, എനിക്ക് സ്കൂളിൽ ഇനി പോകണ്ട അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് സ്കൂളിൽ വിടുമായിരുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാലും ടീച്ചർമാരങ്ങനെ പറഞ്ഞു അവൻ വീണ്ടും ഭയങ്കര ഒരു ഗ്ലൂമി ടൈപ്പിലല്ല, കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ്. പക്ഷെ അവന് സ്കൂളിൽ ട്യൂഷന് പോകുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ അന്വേഷിച്ചില്ല. അപ്പം അങ്ങനെ ഒക്കെ നമ്മൾ തന്നെ എനിക്ക് ഇനി ഒരു അനിയനുണ്ട്, പുള്ളി സർവീസിലാണ്. പുള്ളി നമ്മളും കൂടി തീരുമാനിച്ചു ഒരു കൗൺസിലിംഗ് അവന് കൊടുക്കണമെന്നുള്ള ഒരു മനസ്സിലുണ്ട്. കാരണം അവൻ എന്താണെന്ന് മറ്റുള്ളവരായിട്ട് മിങ്കിൾ
ചെയ്യാത്ത എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതുവരെ പറയുന്നത് സംസാരിക്കുന്ന എല്ലാവരുടെ എല്ലാം അവന് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മരണപ്പെടുന്ന ദിവസം അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരിക്കുക. വീട്ടുകാർ ചോദിച്ചു എന്ത് സ്കൂളിൽ പോകണില്ല. ഇല്ല, ഞാൻ സ്കൂളിൽ പോകണില്ല, എനിക്ക് ആ സ്കൂളിൽ പോകണം. അപ്പം ട്യൂഷനും പോകുന്നില്ല. അപ്പം ഇവർ പറഞ്ഞ ഒരു കാര്യം, മക്കൾ സ്കൂളിൽ പോയേ പറ്റൂ, പഠിച്ചാൽ രക്ഷപ്പെടൂ, അങ്ങനെ പറഞ്ഞ് അവർ നിർബന്ധിച്ച് സ്കൂളിൽ അയച്ചു. അപ്പം എൻ്റെ അമ്മയാണ് കൊണ്ടാക്കാൻ നിന്നത്. പിന്നെ വേറെ ആളെ കണക്ട് ചെയ്ത് അവന് സ്കൂളിൽ കൊണ്ടാക്കി. അന്നത്തെ ദിവസം അവന് വേറെ അതായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് സ്കൂളിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് 3 മണിക്ക് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് വീട്ടിലുള്ള ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്തു. അവന് നമുക്കൊരു അമ്പലമുണ്ട് സ്വന്തം, തന്നെ അമ്പലത്തിൽ വിളക്ക് കൊളുത്തുന്നവനാണ്. അതും കഴിഞ്ഞ് അവൻ 4-5 മണിയാകുമ്പോൾ ട്യൂഷന് പോയി. ട്യൂഷന് പോകുമ്പോൾ ചായയൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോയി. ട്യൂഷന് അവിടെ 8 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് അവൻ വന്ന് വീണ്ടും അതേപോലെ തന്നെ അമ്മ എനിക്ക് ചായ തരണം. അങ്ങനെ ചായ എന്ത് കുടിച്ചു, സ്നാക്സും കഴിച്ചിട്ട് അവൻ പഠിക്കാനായിട്ട് റൂമിൽ കയറിയതാണ്. കയറി അവൻ ഡോറടച്ചു, റൂമിനകത്തിരുന്നു. ആയിരുന്നില്ല. പിന്നെ അവർ 2-3 പ്രാവശ്യം വീട്ടുകാർ ചോദിച്ചു എന്താ റൂമിൽ കയറി, റൂം അടയ്ക്കാൻ. റൂം അടയ്ക്കുന്ന സ്വഭാവം ഉള്ളവനല്ല, പക്ഷെ പെട്ടെന്ന് ഒരു സമയത്ത് അവൻ റൂം അടച്ചു. അപ്പോൾ ഇവർ ചോദിച്ചു. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു ശരി, അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. TV അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്ത അമ്മയാണ്. അമ്മ മെഡിസിനും കഴിച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു. ചേട്ടത്തി TV എന്തോ കണ്ടുകൊണ്ടിരുന്നു. ഇവർ റൂമിനകത്ത് കയറി. പക്ഷേ ഒരു 8:45-9 മണിയായപ്പം ചേട്ടൻ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചിങ്ങ് വന്ന് ചോദിച്ചു അച്ചുവോടെയും ചോദിച്ചു. അത് അച്ചു റൂമിരുന്ന് പഠിക്കുന്നു. അപ്പം വിളിക്കട്ടെ എന്ന് വെച്ചാൽ വേണ്ട, ഉണ്ണാൻ സമയം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവർ കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് വെച്ച് ഒരാൾ കഴിച്ച് മറ്റുള്ള കഴിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ബാക്കി വന്ന ഭക്ഷണത്തിന് അപ്പുറത്തൊരു അവൻ്റെ ഒരു പട്ടിയുണ്ട്. ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയപ്പം ജനലിൻ്റെ ഒരു പാളി അടഞ്ഞിട്ടില്ല. അപ്പം ജനലിൻ്റെ പാളി തുറന്നു നോക്കിയപ്പോഴാണ് പുള്ളി ഹാങ്ങായി നിൽക്കുന്നവർ കണ്ട്. അവരാണ് പിന്നെ വിളിച്ച ആളെ കൂട്ടിയൊന്നും അപ്പുറത്തുള്ള അയൽവാസികളെല്ലാം ഓടി വന്നു കയറി അതിനെ താഴെ ഇറക്കി നേരെ ഇവിടെ ഒരു നമ്മുടെ ഒരു വാർഡ് മെമ്പറുണ്ട്. ആ പുള്ളിയുടെ വണ്ടിയിൽ നമ്മൾ നേരെ കാരക്കുളം മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അപ്പോൾ എനിക്കൊരു 10 മണി 10:15 എനിക്കൊരു ഫോൺ വന്നു. സാജു എത്രയും പെട്ടെന്ന് വരണം ഹോസ്പിറ്റലിൽ, അവൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്, സീരിയസ് ആണ്. ഞാൻ എത്തിയപ്പം തന്നെ അവർ പറഞ്ഞു സാജു പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം, നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് ഒന്നും ചെയ്യാനില്ല, ഡോക്ടർമാരെ കണ്ട് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉണ്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ ചേർന്ന് അന്ന് രാത്രി എല്ലാം ചെയ്ത് പറ്റും. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും രസൗകര്യം ഇല്ലെന്നാ പറയുന്നത്. അവർ തെളിവെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറയുന്നത് ഇതിലൊന്നുമില്ല, വേറെ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും കാണാനും ഒന്നും പറ്റിയില്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അതും നമുക്കിതുവരെയും എന്താണ്, അവന് മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്താണെന്ന് അവൻ പറയുന്നില്ല. എന്താ പറയില്ല, നമുക്ക് ചോദിച്ചിട്ട് അവൻ്റെ സാറുമാരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടിയല്ല അവൻ, അങ്ങനെ അവന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ്. സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കാം. അല്ല, സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല, അവനിങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. അവർക്ക് ഇപ്പോഴും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അച്ഛൻ അവരെ വിട്ടു പോയെന്ന്. ആരും ഇവിടെ വരുന്നില്ല, ആരും വരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അങ്ങനെ ചെയ്യല്ലേ, അവർ ശ്രദ്ധിച്ചോണം പിള്ളേരെയൊക്കെ. കൂട്ടുകാരനായിരുന്നു, നമ്മളവിടെ കളിക്കാനും എല്ലാത്തിനും ചെറുതിലേ തൊട്ട് വരും. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാ വർഷവും ഒരു കളിക്കാനും ആഹാരം കഴിക്കാനും എല്ലാം പോകുമ്പോഴേ അവനെ വന്ന് വിളിച്ചോണ്ടു. പിന്നെ നമ്മളവിടെ പിള്ളേർ ഓണത്തിനുള്ള ആഘോഷങ്ങൾ, ക്രിസ്മസിന് ഇതെല്ലാം ഇവർ ഒത്തുകൂടി ഈ 1 വർഷത്തിന് മുമ്പേ എൻ്റെ കൊച്ചുമ്മ ഇവിടെ ഇല്ല, ഇവരങ്ങ് വണ്ടിത്തെടുത്ത് വാടകയ്ക്ക് താമസിക്കും. അതിനുശേഷം കൂടുതൽ കൂട്ടില്ല. ഇവർ ഈ വഴിക്കുള്ള ബാറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഇതിനൊക്കെ അവർ ചെറുതിലൊക്കെ വരും. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വലിയ കാര്യം ഒരു കുഴപ്പമില്ല. വീട്ടിലും അച്ഛനും ഇല്ല അമ്മയില്ലാണ് ആ കൊച്ചിൻ്റെ അമ്മ, അതും വലിയ കാര്യം. അമ്മമ്മ തള്ള, പിന്നെ അവൻ്റെ കൊച്ചന്മാരെല്ലാം ഇവൻ അന്വേഷിക്കും. എന്തിനു വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ അവന്മാർ വാങ്ങിച്ചു കൊടുക്കും. ആ പട്ടാളത്തിൽ ജോലിയാണ് രണ്ടുപേരും. ഇവനെങ്കിൽ പാവം തന്തിയെ ഒരു സുഖമില്ലാത്തായിരുന്നു മുമ്പേ, ഇപ്പം അസുഖമൊക്കെ മാറി തൊഴിലുറപ്പ് സ്ഥലത്ത് നമ്മളെ കൂടിയാണ് അവൻ ജോലിക്കുകയാണ്. അതിന് പാവം അവർ ആടൊക്കെ വളർത്തിയും അതൊക്കെയാണ് അവൻ കഴിയുന്നത്. പിന്നെ എല്ലാ കാര്യവും അവൻ എന്തൊരു വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് ഇനി അറിയാൻ പാടില്ലേ. അവൻ പിന്നെ ട്യൂട്ടോറിയൽ പോവാൻ ഇഷ്ടമില്ലെന്ന് ഒരാഴ്ച കൊണ്ട് ട്യൂട്ടോറിയൽ പോവാതെ ഇവിടെ അടുത്തൊരു വീട്ടിൽ ട്യൂഷന് പോയി. മുമ്പേ അവിടെയാണ് പോയിരുന്നത്. അപ്പോൾ അടുത്തൊരു വീട്ടിൽ ട്യൂഷന് പോയിട്ട് വന്ന് 7:45 അവരവിടെ വിട്ടെന്ന് 8 മണിയായപ്പം ഇവിടെ വന്ന് അവൻ ഇത് ചായയും കുടിച്ച് ഇരുന്നിട്ട് ആഹാരം കഴിച്ചോ ഇല്ല നമുക്കറിയാൻ പാടില്ല. അവനൊരു റൂമുണ്ട്, അവിടെയാണ് അവൻ കിടക്കണത്. പുസ്തകവും ബുക്കും എല്ലാം അവിടെയാണ് വെച്ചിരുന്നത്.
അപ്പോഴ് കുറച്ച് സമയമായി ഒരു 8-8:30 ആകുമ്പോൾ ഇവര് തള്ള അരിഞ്ഞ് അമ്മച്ചി തള്ള ഗുളികന്തര കഴിച്ചോണ്ട് കിടന്നപ്പോ ഇവൻ കുറച്ച് സമയം അമ്മച്ചിയുടെ അടുത്ത് പോയി കിടന്നിട്ട് പിന്നെ തള്ള കണ്ടോണ്ടിരുന്നത് എന്തരെന്ന് അറിഞ്ഞില്ല. ഇവ അങ്ങ് റൂമിൽ എന്നും കയറും പോലെ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പം വാതിൽ രണ്ടും പൂട്ടിയിട്ട് പിന്നെ ഇവരങ്ങോട്ട് വിളിച്ചപ്പം കണ്ടില്ല. ഒടുവില് തന്തിയായി അങ്ങ് പാർട്ടി സമ്മേളനത്തിന് കാലായിൽ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴ് ഇവര് എന്തേരം ഉന്തി നോക്കിയപ്പം പാടില്ല. പിന്നെ അവൻ കാലുകൊണ്ട് ചവിട്ടി തുറന്നു. അപ്പോഴും ഒരു അടുത്തുള്ള ഒരാൾ വന്ന് അതിന് ഇത്ര നീളമുള്ള ഒരു വെള്ള ഷാളിന് ഒരു സ്റ്റൂളിട്ടാണ് കയറിയിരിക്കുന്നത്. അവനെങ്കിൽ ആ മുടിച്ചൊക്കെ നന്നായിട്ട് ഇങ്ങനെ അവൻ ഗൈഡിനൊക്കെ പോകണം. ആ മുടിച്ചെല്ലാം ഇടാറിയില്ല, അല്ല ഇറുക്കിയുള്ള മുറിച്ച് ഇട്ടിട്ട് ഈ സ്റ്റൂളിന്റെ പുറത്ത് കയറി എന്നാണ് ഈ കാര്യം നടത്തിക്കുന്നത്. അപ്പോഴേ എല്ലാരും കൂടി അറുത്ത് ഇട്ടിട്ട് അവൻ ജീവനുണ്ടെന്നും പറഞ്ഞു ഓടി. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടോണ്ടിരുന്നപ്പോ ഒരു വിളിയാക്കണം. അപ്പൊ ആരോ കുടിച്ചോണ്ടാറ്റ ബഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോ എന്റെ അച്ചു എന്ന് പറയും. വീട്ടുപേര് അച്ചു എന്നാണ് അവന്റെ പേര്, അനന്ത് വീട്ടുപേര്, സ്കൂളിലെ പേര്. അങ്ങനെ നമ്മളെല്ലാം കൂടി നോക്കിയപ്പോ അവനെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴ് ജീവനില്ലെന്നാണ് ഇവിടെ വെച്ച് ജീവനില്ലെന്നാണ് പറയുന്നത്. നമ്മൾ രാത്രി ഓടി പോയപ്പോഴുണ്ട് ഈ ഫാനിൽ തൂങ്ങിയിരിക്കുന്നത്. നമ്മൾ ആളിനെ കണ്ടില്ല. അതിന് മുമ്പേ അങ്ങ് ആശുപത്രി കൊണ്ടുപോയി. ചെറിയ ഷാളിന്റെ ഒരു പകുതി, ഒരു കാൽഭാഗം തറയിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ഓടി എല്ലാരും കൂടി പോയി. അപ്പം മെഡിക്കൽ കോളേജ് എല്ലാരും നോക്കിയപ്പോഴും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കാരക്കോണം ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നപ്പം പിന്നെ രാത്രി പോലീസൊക്കെ വന്ന് അവന്റെ റൂമിലൊക്കെ കയറിയപ്പോൾ നമ്മൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും സംഭവം നമുക്കറിയാം. അല്ലാതെ അവൻ നേരത്തെ ആരോടും ഒരു വഴക്കിനും പോയിട്ടില്ലെന്നും അറിയാം. എല്ലാവരുടെയും വലിയ കാര്യം. ഈ മരണപ്പെടുന്ന ദിവസം അമ്മേനെ കണ്ടിരുന്നു? ഞാൻ 2 ദിവസത്തേക്ക് മുമ്പേ കാണക്കമില്ല. ഈ റൂട്ടാണ് ഇപ്പം പോണത്. ഇതില് പാല് വാങ്ങിക്കാൻ പോകും. അപ്പോഴും നമ്മൾ കാണും. അപ്പം എന്റെ കൊച്ചമ്മ ഇവിടെ ഇരത്തോണ്ട് അവൻ വരുമ്പോ അവനൊന്ന് വിചാരിക്കും അവന്റെ അത്ര സാമ്പിളുള്ളൂ. അവൻ ശകലം കൂടി നിറം കുറം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇന്ന് ജിഷ്ണുവിനെ കണ്ടാടെ നോക്കുമ്പോ കണ്ട അമ്മാമ്മ എന്ന് ചിലപ്പം പറയും, ചിലപ്പം കണ്ടില്ലെന്ന് പറയും. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഞാൻ കാണുന്നില്ല. ഈ റൂട്ടാണ് പഠിക്കാനൊക്കെ പോയിട്ട് സന്ധിക്ക് വരുന്നത്. ഇത്ര എനിക്കറിയോ. വേറെ ഒന്നും പുതിയ ന്യൂ ജനറേഷനിൽ കാരണം ഈ മൊബൈൽ വഴിക്ക് ഇപ്പോൾ ആയതെല്ലാം അതിൽ കിട്ടുന്നുണ്ട്. അത് നമ്മളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞു കുട്ടികൾക്ക് അതിന് ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിയാനുള്ള ആ ആകാംക്ഷയാണ് അവരെ വേറെ ഒന്നിലേക്കൊക്കെ കണ്ടെത്തി പോകുന്നതും. ഈ ഉറക്കം വളച്ചിരുന്ന് ഈ മൊബൈൽ കളിയും മൊബൈൽ അമിതമായ ഉപയോഗമാണ് ഇവരെ പിന്നെ അതിൻ്റെ വശത്തോട്ട് ഇവരെ ലെവലങ്ങ് മാനസികമായിട്ട് ഒരു നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു രീതി. പക്ഷെ ഈ മൊബൈൽ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇത് വരില്ലായിരുന്നു. ഇപ്പൊ പഠനത്തിനായാലും അവര് മുൻതൂക്കം ഇല്ല. പഠനത്തിനും എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാറില്ല എന്നൊക്കെ ഉള്ളതാണ് ചെറുതായിട്ട് നാട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. രക്ഷകർത്താക്കളല്ല, നല്ല കുട്ടിയെന്നാണ് അവൻ പറഞ്ഞത്. ഒരു അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ, 13 വയസ്സാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈ പ്രായത്തിൽ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നും അറിയില്ല. ഈ കുഞ്ഞിന് ഇത്ര ചെറുതില്ല ഇത്രയും വലിയ ഒരു കാര്യം ചെയ്യാനായിട്ട് അത് മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാനാണ് സാധ്യത. അത് ഈ സ്റ്റേജിലുള്ള കുട്ടികളെ ഇപ്പം പലയിടത്തും ഇത് വരുന്നുണ്ട്. ഇത് ആദ്യത്തെ കേസല്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രായത്തിന് കൂടെ ഈ യുവതലമുറയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് പോരാ, ഇന്ന് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കൂടെ ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കൂടെ, കാരണം അവരുടെ മാനസിക ലെവല് നമ്മുടെ കാലഘട്ടത്തെ പോലെ അല്ല. ഇന്ന് അവര് നമ്മുടെ അപ്പൂപ്പന്മാർ ചിന്തിക്കുന്നതിനേക്കാളും അവർ എക്സ്പെർട്ടാണ്. പല മാധ്യമങ്ങളിലൂടെ ആകാം, ഏത് രീതിയിൽ കൂടെ ആയാലും. അതുകൊണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ചല്ല, ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ അവരെല്ലാം അറിയുന്നവരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചെറിയ കൗൺസിലിങ്, കുട്ടികളെ സ്കൂളുകളിൽ കൗൺസിലിങ് കൊടുത്ത്